സൂപ്പർ നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എല്ലാവരും പറയുന്നത്. വലിയ സന്തോഷം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ലീഡ് ക്യാരക്ടർ ചെയ്യുന്നത്. എല്ലാവരും പടം കാണണം, സപ്പോർട്ട് ചെയ്യണം. മ്യൂസിക് ചെയ്ത ശ്രീധരവന് തിരുമാലി എന്ന് പറഞ്ഞ പടത്തിൽ എൻ്റെ മ്യൂസിക് ഡയറക്ടറായിരുന്നു. ഗംഭീരമായിട്ട് അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ശ്രീത്ത് പറയുന്നു. ശ്രീത്ത് ഡയറക്ടർ പടത്തിൻ്റെ ഡയറക്ടർ ഭയങ്കര ടെൻഷൻ. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. സെക്കൻഡ് ഹാഫൊക്കെ നന്നായിട്ട് കണക്റ്റായി എന്നാണ് പറയുന്നത്. വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഈ എഫേർട്ട് എല്ലാവരും ഹൗസ്ഫുള്ളായിട്ട് പോകുന്നുണ്ട്. പിന്നെ പല സ്ഥലങ്ങളിലും ഫാസ്റ്റ് ഫില്ലിംഗ് ആയിട്ട് പോകുന്നുണ്ട്. വളരെ സന്തോഷം. ഈ കൊച്ചു ചെറിയ ചിത്രത്തിൽ കിട്ടുന്ന ഞങ്ങൾ ഹാർഡ് വർക്കിന് വേണ്ടി എഫേർട്ടാണ്. താങ്ക് യു വെരി മച്ച്. അതിൽ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളാണ്. അത്തരത്തിലുള്ള സോഷ്യൽ ഇഷ്യൂസ്, ഓഡിയൻസ്, ഡ്രഗ്സ് തുടങ്ങിയിട്ട് ഒരുപാട് ഇഷ്യൂസിനെ ടച്ച് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പ്രകൃതി സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് അത് കാണാൻ പറ്റും. കാരണം പക്ഷേ സിനിമ ആണ്. അപ്പോൾ അതുകൊണ്ട് 18 വയസ്സിന് താഴെയുള്ളവർക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതിനൊരു കണ്ടന്റ് വൈസ് ഒരു ഉദ്ദേശിച്ചിട്ടുണ്ട്. അത് സസ്പെൻസിനേക്കാളോട് ഉപരി ഒരു സർവൈവൽ കിട്ടുന്നതാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് സർവൈവലായി മാറുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ നായക കഥാപാത്രമായ ജോ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഷോട്ടൊക്കെ ഉണ്ട്, അതൊക്കെ ഉഗ്രമായിട്ട് തന്നെ ചെയ്യുന്നു. താങ്ക് യു. പോലെ തോന്നിയെങ്കിലും പകുതി തുടങ്ങി തെങ്ങാപ്പ് മൊത്തം പടം നല്ല കോമഡിയായിട്ട്, അതായത് അഭിനയിച്ച എല്ലാവരും ഇപ്പം ജോണി ആൻ്റണി നല്ല കിട്ടലായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അഭിനയിച്ച എല്ലാവരും ഇപ്പോൾ ധ്യാനായാലും നല്ല ഗംഭീര പ്രകടനം എന്തായാലും കൊള്ളാം. എന്തായാലും ഒരു വൺ ടൈം വാച്ചബിളായിട്ട് എനിക്ക് തോന്നുന്നു. ബീജിയും പാട്ടുകളും പിന്നെ നടിയടന്മാരൊക്കെ പുതുമുഖമാണ്. അവരുടെ വേഷങ്ങളൊക്കെ അവർ ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരെ ഏറ്റെടുക്കാതെ എല്ലാ ഘടകങ്ങളും ഈ പടത്തിലുണ്ട്. എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. വളരെ സന്തോഷം. എന്താ പറയേണ്ട, ഒരു കോമഡി, ആക്ഷൻ, സസ്പെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലപോലെ വർക്കായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്കും വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് ഫൈറ്റും ആക്ഷനും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പം അത് ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും പോയി കാണും. എന്തായാലും ധ്യാൻ്റെയും മുകേഷ് ചേട്ടൻ്റെയും ടൈമിങ് പറയേണ്ട കാര്യമില്ല. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു എന്താ പറയുക, ഒരു എൻ്റർടൈനിങ് ഷോ. ഇന്നത്തെ കാലത്ത് നമുക്ക് അതാണല്ലോ ആവശ്യം, ഒരു ടൈം പാസ് എൻ്റർടൈനർ എന്നൊക്കെ പറയുന്നത്. അപ്പം നല്ല സമയമാണ് കേൾക്കാം. നല്ല ഡാൻസ് അല്ല, അത് നല്ല അഭിനയം. We got very good reviews. I'm really happy about all of it. Thank you.